നമസ്കാരം. നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് റോളാണ്. തയ്യാറാക്കുന്നത് സൂര്യയാണ്. നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ചോദിക്കാം. നമസ്കാരം. നമ്മളിന്നൊരു എഗ് ബ്രെഡ് റോളാണ് തയ്യാറാക്കുന്നത്. ഇത് ഡീപ് ഫ്രൈ ചെയ്യുന്ന ബ്രെഡ് റോളല്ല, പകരം ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന അധികം എണ്ണ ഒടിക്കാത്ത നല്ലൊരു ബ്രെഡ് റോളാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതെ, ആദ്യം നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 2 സവാള അരിഞ്ഞതാണ്. സവാളയുടെ പച്ചപ്പൊന്ന് മാറുമ്പോൾ നമുക്ക് അതിലേക്ക് അതെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചതച്ചെടുക്കാം. ഒരല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ സവാള വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. നമ്മൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഇതൊരു ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്ക് ഉപ്പ് നീരായതുകൊണ്ട് ലാസ്റ്റ് ചേർക്കാം. പൊടിയുപ്പ് ചേർക്കുന്നവർ സവാള വഴറ്റുമ്പോൾ തന്നെ ചേർത്താൽ സവാള വേഗം വഴഞ്ഞു വരും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ സവാള ശരിക്കും സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സവാള നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയാണ്. 2 മുട്ട പുഴുങ്ങിയതുണ്ട്, അരിഞ്ഞു വെച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തത് ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഫില്ല് ചെയ്തെടുക്കാം. അതിനാദ്യം നമ്മളൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും കളഞ്ഞിട്ടുണ്ട്. അരിക് മുരിഞ്ഞ വശം കളഞ്ഞു. എന്നിട്ട് ഒരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തി വെക്കുക. പരത്തിയതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ബ്രെഡ് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒരു സൈഡിൽ ഇത് നേരത്തെ ബീറ്റ് ചെയ്ത് കുറച്ച് ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ്. അതൊരു സൈഡിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കോർണറിലും കുറച്ച് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒട്ടിക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകളും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ റോളുകളാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ബ്രെഡ്. ഇനി അത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ അതിനൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ റോളും നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുട്ട, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കലക്കി വെച്ചിരിക്കുന്ന മുട്ടയിൽ ഒന്ന് മുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
മറിച്ചിട്ട് നോക്കാം. നമ്മുടെ റോള് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.